പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം. അത് സ്പെഷ്യലാണോ എന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ദൈവവചനത്തിലെ കുറച്ച് വാക്കുകൾ പറയുവാൻ ഉദ്ദേശിക്കുന്നു. ആ വാക്കുകൾ വരുന്ന ദൈവവചനം റെഫറൻസോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നവർ കൈപൊക്കുക. അത് ഇപ്പം ഒരു വാക്ക് കുറേ വാക്യങ്ങളുണ്ടാവും നമ്മുടെ വചനത്തിലല്ലേ. അപ്പം എത്ര വേണേലും പറയാം, കൈപൊക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പറയുന്നവർക്കാണ് പ്രൈസ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ആദ്യത്തെ വാക്ക് ദൈവസ്നേഹം. ആദ്യത്തെ വാക്ക് ദൈവസ്നേഹം. അതായത് ആ വാക്യത്തിൽ ദൈവവും ഉണ്ടാകണം, സ്നേഹവും ഉണ്ടാകണം. അതാണ്. കുഞ്ഞുങ്ങൾക്കും അറ്റൻഡ് ചെയ്യാം, സഹോദരന്മാർക്ക് ആർക്ക് വേണേലും പറയാം. ആദ്യം നിങ്ങൾ കൈപൊക്കിയാൽ അത് പോയിൻ്റൊക്കെ എഴുതി വെക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. ദൈവസ്നേഹം പറഞ്ഞോ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാവരും ദൈവത്തിൻ്റെ വചനം അടച്ചു വെക്കണം. കാണാതെ പറയുന്നവർക്കാണ് കൂടുതൽ പോയിന്റ് ലഭിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം കാണാതെ പറയുന്നവർക്കാണ് പോയിന്റ് കൂടുതൽ ലഭിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് റെഫറൻസ് അറിയത്തില്ലെങ്കിൽ ആ വാക്യം മാത്രമാണെങ്കിലും പറഞ്ഞാൽ മതിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിൻ്റെ വചനം ഒന്ന് അടച്ചു വെക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആദ്യം കൈപൊക്കിയ നിസി പറയാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നിസിക്ക്. ഇനി അടുത്തത് ഒരുപാട് വാക്യങ്ങളുണ്ട്, പറയാമോ? തമിഴിൽ വേണേലും പറയാം, മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിലും പറയാം. നോക്കി പറയാൻ പറ്റത്തില്ല. പറഞ്ഞു. പറഞ്ഞു. ഓക്കെ. പറഞ്ഞു. ഓക്കെ, ഒന്ന് എഴുതി വെച്ചോ. ദൈവവും വേണം, സ്നേഹവും വേണം കേട്ടോ വാക്യത്തിൽ. അത് ഇംഗ്ലീഷിലാണെങ്കിലും അതുപോലെ തന്നെ, തമിഴിലാണെങ്കിലും അതുപോലെ തന്നെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്പാരെ ഒരുക്കിയിട്ടുള്ളവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഓക്കെ. ഇപ്പം നിസിക്കൊന്ന് പ്രൈസ് ദി ലോർഡ് എഴുതാം. പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അറബി. തമിഴിൽ അതാണോ പറഞ്ഞത്? ഓക്കെ. എന്നാൽ പിന്നെ ജാൻസിക്കാണ്. തമിഴ് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് അത്രയും തിരിയുന്നില്ല കേട്ടോ, സോറി. ഇപ്പം പറഞ്ഞത് നിസിക്ക് 1 പോയിന്റ്. നീ പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ. അവന് 1 പോയിന്റ്, ബിജു പൊന്നമ്മയ്ക്ക് 1 പോയിന്റ്, ജാൻസിക്ക് 1 പോയിന്റ്, പൊന്നമ്മ ബിജുവിന് 1 പോയിന്റ്. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? റെഫറൻസ് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, അറിയാവുന്ന വാക്യം മാത്രം പറഞ്ഞാൽ മതിയാവും. അറിയത്തില്ല. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്ക് പറഞ്ഞോ. അത് നോക്കി വായിക്കാൻ പറ്റത്തില്ല കേട്ടോ, സോറി. കാണാതെ പറഞ്ഞാൽ മതി. ഓക്കെ. എല്ലാവരും ബൈബിൾ അടച്ചു വെക്കണം. ഇനി കുഞ്ഞുങ്ങളും അവരാരും ഇത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മിനോയ്ക്ക് 1 പോയിന്റ്, മിനോയ്ക്ക് 1 പോയിന്റ്. ഇനി രണ്ടാമത്തെ വാക്ക് ഞാൻ പറയാം. ഇനി ആരുമില്ലല്ലോ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ? ആരെങ്കിലും ഉണ്ടോ? ദൈവസ്നേഹം. ഓക്കെ. ഇനി രണ്ടാമത്തെ വാക്കിലേക്ക് കിടക്കാം. രക്ഷ.
പറഞ്ഞോ നിസി. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും. പ്രൈസ് ദി ലോർഡ്. നിസിക്ക് ഒരു പോയിന്റ്. ഇനി ആരാണ്? ആ, പ്രൈസ് ദി ലോർഡ്. ഷേർലി സിസ്റ്റിന് ഒരു പോയിന്റ്. ഇനി പറഞ്ഞോ, അവർക്ക് മൈക്ക് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഏർത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് പറഞ്ഞ വചനമാണ്. ഓക്കെ, അവരുടെ ഓരോരുത്തരെയും പോയിന്റ്. ആ, പറഞ്ഞു. ഇസ്രായേലിന്റെ രക്ഷ എന്റെ കണ്ടുവല്ലോ. ആ, പിന്നെ വേറെ ഒരു കാര്യം കൂടെ, പുതിയ നിയമത്തിലെ വാക്യം മാത്രം പറഞ്ഞാൽ മതിയാവും. ഓക്കെ, അത് നമുക്ക് വേണ്ട. ഇപ്പം തൽക്കാലം പുതിയ നിയമത്തിലെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ, ഇനി അടുത്തത്. ആ, ഓക്കെ ഓക്കെ, അത് പോയിന്റ് ഇല്ല. പൂർണ്ണമായിട്ട് അറിയാൻ മേലാത്തത് കൊണ്ട് ഓക്കെ, പൂർണ്ണമായിട്ട് അറിയാവുന്ന വാക്യം മാത്രം പറയുക. ആ, ബിജു പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സൗരഭ്യ വാസനയാകും. ദൈവത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഓക്കെ, ബിജുവിന് ഒരു പോയിന്റ്. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷ കൂട്ടി. കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാം. സാൽവേഷനെ കുറിച്ച് പറയാം. ആ, മോൻ പറഞ്ഞു. ഓക്കെ, പറ മോൻ, അറിയാവുന്ന പറയൂ. ആ, പറഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. അവന്റെ പേര് ഇത്. ഇനി അടുത്തത് ആരെങ്കിലും ഉണ്ടോ? മോനോ, നിങ്ങളുണ്ടോ ആരെങ്കിലും സാൽവേഷൻ? പറഞ്ഞോ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? രക്ഷ. ആ, അവളുടെ പേര് എഴുതിക്കും. അറിയാമോ? ഓക്കെ, ഫിനിഷ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി ആരും ഇല്ലല്ലോ അല്ലേ രക്ഷയെക്കുറിച്ച് പറയാനായിട്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വാക്ക് വചനം. ആദ്യം കൈ പൊക്കിയത് അവക്ക് കൊടുക്കൂ. ഷിജിന, ഒരു മിനിറ്റ്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടെ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:1. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അടുത്തത് മിനോയ്ക്ക് കൊടുക്കൂ. ആ, ഓക്കെ. കർത്തരുടെ വചനം നിറഞ്ഞു. ഓക്കെ. ഇനി അടുത്തത്. കർത്തരുടെ വചനം പാതയ്ക്ക് വെളിച്ചമും കാൽകൾക്ക് ദീപവും. അത് പഴയ നിയമത്തിലുള്ളതല്ലേ, പുതിയ നിയമത്തിലല്ലോ. ആ, പുതിയ നിയമത്തിലുള്ളത്. നിസി ഒന്ന് പറയാമോ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകും. ഓക്കെ, ഇനി അടുത്തത്. But now I tell you, whoever is angry with his brother will be go to trial, and whoever is angry, whoever calls his brother good for nothing will be brought before the council, and whoever calls his brother a worthless fool will be in danger of going to the fire of hell. Matthew 5:22. ആ, ഓക്കെ. അവൻ്റെ പേര് എഴുതിക്കോ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്. ഇനി ആരെങ്കിലും ഉണ്ടോ? വചനം ആരെങ്കിലും? അത് പറഞ്ഞു ഇവിടെ പറഞ്ഞു. ആ, പറഞ്ഞു. ആ, ഓക്കെ. അത് ഒരു പോയിന്റ് ജാൻസിക്ക്. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ? വചനം പറഞ്ഞു. ആ, ചിന്തിക്കാം. ആ, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ഓക്കെ, വചനം സത്യമാവുന്നു. സിന്ധികയുടെ ഒരു പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ഇത് നിർത്തുവാണ്. അടുത്ത വാക്കിലേക്ക് നമുക്ക് കിടക്കാം. സ്നാനം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ വാനത്തിലിരുന്ന് ഒരു സത്തമുണ്ടാക്കി, ഇവരെ നേസകുമാരൻ, ഇവരെല്ലാം പ്രിയമായിരിக்கிறேன். ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പേന്റ് എഴുതിക്കോണേ പറയുന്നവരെ. ആ, പറഞ്ഞോ.
മുൻകുറി, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയും കൂടെ ഉണ്ട്. ആ, Jesus was baptized by John the Baptist. ആരാ പറഞ്ഞ മോൻ? ആ, പറഞ്ഞു മൊത്തം പറഞ്ഞു. Jesus was baptized by John the Baptist. അത് വാക്യമായിട്ടില്ലല്ലോ, അത് കംപ്ലീറ്റ് വാക്യമായിട്ട് നിസിക്ക് കൊടുക്കൂ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, Praise the Lord. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ, ഓക്കെ. നിസിക്ക് ഒരു പോയിന്റ്, ബിജുവിന് കൊടുത്തേ. കൈ പൊക്ക, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കണേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ സമുദ്രത്തിലും മേഘത്തിലും കൂടെ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒരു പോയിന്റ്. ഇനിയിപ്പോൾ അടുത്തത് ഒരു വാക്ക് കൂടെ ഉണ്ട്. അത് 2 പേർക്ക് പറയാനുള്ള അവസരമേ ഉള്ളൂ. സമയം നമ്മുടെ തീരാറായി. നിത്യജീവൻ. ആ, ജീവനെ അളിപ്പേൻ என்பது യേസപ്പ തന്ന വാഗ്ദത്തം. ആ, But the wages of ആ, sin is അതവിടെ. death. ആ, But the wages of sin is death, but the gift of God is eternal life. ഓക്കെ, മതി. ഇപ്പം ടൈം കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു.